അങ്ങനൊന്നുമില്ല. അല്ല ഷൂട്ടിന്റെ ഡെലിവറി വല്ല ചത്തു എന്ത് ചെയ്യും? അതെങ്ങനെ പറയാൻ പറ്റും? സാറിന് നന്ദി. അല്ല എനിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിനിമാക്കാരെ കാണുന്ന ഇഷ്ടമല്ല. ഞാൻ മനസമാധാനത്തോടെ ഈ പോത്തങ്കാലൊന്ന് കഴിച്ചോട്ടെ. അസോസിയേഷൻ വഴി ഒരു സഹായം കൈപ്പറ്റ കൊച്ചിയിൽ വന്നതായിരുന്നു ഞാൻ. ഒരുപാട് വർഷം അടുത്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. മുമ്പ് കേട്ടിട്ടുള്ള ഒരു ട്യൂൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നോട്ട് പോലും മാറാതെ വർഷങ്ങൾക്ക് ശേഷം पहुंच गए तो यही तुम डर रहा वो ஒரு முறை என் பிழை மறந்து से क्या गाँव चला गया ஒரு முறை என் பிழை மறந்து अच्छा उधर का भी दिखा रहे हैं वो क्या गाना सुना रहा था वो தவிக்குதே ஞாபகம் மோது மனம் ஏங்குதே നിനക്ക് ഒരു മാറ്റമില്ലല്ലോ നാറി. यही होता है इसका मतलब particular session years later अरे तो अब खोला दरवाजा वहाँ कोई और है और मिला था उससे अच्छा முரளி எங்க அவர் கிளம்பிட்டாருங்க. எங்க போனாரு? சேலம் பாட்டு வாத்தியாரா எங்கேயாச்சும் வேலை கிடைக்குமான்னு பார்த்துட்டு இருந்தாரு. நேற்றுக்கு தான் கற்பக சங்கீத சபாவில் வந்து ஃபோன் வந்துச்சு. अच्छा जॉब के लिए गया वो സർ ലാസ്റ്റ് നമ്മൾ നിർത്തിയത് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയെടുത്താ. ബാക്കി പറയാടോ. अब बता रहा हूँ ഭാഷ അറിയാത്ത ഏതൊരു മദ്രാസി വന്ന് മുട്ടുമ്പോൾ ആര് തുറക്കാനാ? അസിസ്റ്റൻ്റായിട്ടും മ്യൂസിക് കണ്ടക്ടറായിട്ടൊക്കെ. ബ്ലാസ്റ്റിന് ശേഷം അലി സഫർ ബോംബ് ഖത്ര മസ്ജിദിനടുത്ത് ഞങ്ങളൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. अच्छा म्यूजिक स्टोर पे ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചു. ഇത്രയും വർഷം കഴിഞ്ഞ് താനിവിടെ വന്നത് ഒരാഴ്ച മുമ്പ് അച്ചീവ്മെൻ്റ് അവാർഡ്. अच्छा उसको किल्ली उड़ा देना है വാഴ്ത്തിപ്പാടിയവർക്കിടയിൽ പെട്ടുപോയി. സക്സസ് തനിക്ക് പിടിച്ചു. കാലമൊക്കെ ആൾക്കാർ മറന്നു. താൻ ആരാണെന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കാനുള്ള ഒരു സിദ്ധി തൻ്റെ കയ്യിലുണ്ട്. ഇത് ചെറുപ്പക്കാരുടെ ലോക. ഇത് അവരുടെ കാലമല്ലേ. ഒന്നും എഴുതി പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളായി. इसकी फिल्म की कहानी है നമ്മൾ എങ്ങോട്ടാണ് പോയി പോകുന്നത്? നമ്മുടെ ഒരു इसका दोस्त गुजर गया कोई മെലഡിയുടെ ചക്രവർത്തിക്ക് जिसको गाने दिया था उसने वही मर गया തമിഴ് സിനിമയിൽ പച്ച പിടിക്കാൻ തമിഴനായിട്ട് അഭിനയിക്കായിരുന്നു. ഭാഗ്യം ചെയ്ത अच्छा वही है ഇനി ഇങ്ങനെയുള്ള പത്മശ്രീ കിട്ടിയപ്പോൾ നീ ഇവിടെ ആയിരുന്നു. ബാറിലായിരുന്നു ഒരു പകലും ഒരു രാത്രിയും മുഴുവൻ. പോകുന്ന വഴിക്ക് ലക്ഷ്മിയമ്മയുടെ കടയിൽ നിന്ന് സാമ്പാർ സാധനം കഴിക്കും. ബാബു ഇവിടെ വേണം. അതാ പൊതുവാൾ കലയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ അല്ലേ? എല്ലാം കലയ്ക്കും.
उसके भाई में वो मुंडा हो गया है, वो एक्टर है ना। കാമേട്ടാ ഒരു സെൽഫി ये भी उसमें है। നിനക്ക് ആള് മാറിയതായിരിക്കും. അല്ല സർ, ഞാൻ സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്, പ്രദീപ്. സാർ എന്നോടല്ലടാ, കുറെ കാലം ആയില്ലേ ഒരു ഫാനിനെ കണ്ടിട്ട്. പെട്ടെന്ന് ഫോട്ടോ എടുത്തോ. ഒരു കമ്പോസിഷനൊക്കെ ഇനി ഇവിടെ ചെയ്യാൻ ആരാ ഉള്ളത്? സത്യം. वही गा रहा टैक्सी ड्राइवर। ലെജൻഡിനെ ഓർക്കാൻ. പ്രദീപ്, ആരായി പോത്ത്? पोत ദിലീഷ് പോത്തൻ. मलंगी लाइट्स इसी मूवी क्या? മോനെ, ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് അഭിപ്രായം പറയോ? എറണാകുളത്ത് 2-3 മണിക്കൂറുണ്ടല്ലോ. ഇത് ആരെ എഴുതിയതാണ്? വേണുവിന്റെ. നല്ലതാണെന്നാണോ പറയുന്ന മോനെ? ഓൾ കേരള കൂവലായിരിക്കും. ഒടുക്കത്തെ ഫീൽ ഗുഡ് ആണ് സർ. സീൻസിന്റെ ഒക്കെ ഫ്ലോ ഗംഭീരമായിട്ടുണ്ട്. തിയേറ്റർ പടമാണ്. എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ഈ പടം ചെയ്യും. അങ്ങനെയാണെങ്കിൽ പുള്ളിയോട് ഒന്ന് സംസാരിച്ചൂടെ? പക്ഷെ എനിക്കൊരു കാര്യത്തിൽ ഇടം എന്തോ കാട്ടിക്കൂട്ടാണെന്ന് പുള്ളിക്ക് തോന്നി. പുള്ളി പടം ചെയ്യും. പക്ഷെ പുള്ളി കോടീശ്വരനായ ഒരു ശങ്കർദാസാണ്. ഇപ്പൊ എങ്ങനെയാ പറഞ്ഞ മനസ്സിലാക്കുക? എനിക്ക് ഏതാണ്ട് മനസ്സിലായി. मतलब നീ നിനക്ക് കിട്ടിയ അഡ്വാൻസിന്റെ അക്കൗണ്ട് പട്ടിഷോ അത് കാണിക്കണ്ടേ? ആ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഫുള്ള് വേണം. അപ്പോൾ വെയിറ്റ് ചെയ്യണോ? ഇല്ല, ഒരു 5 മിനിറ്റ് ഇപ്പൊ എത്തും. ഓക്കെ, പോട്ടെ. എനിക്ക് ഈ ദുബായിലൊരു നമ്മുടെ കമ്പനിയുടെ ടൈറ്റിലൂടെ വെച്ചിട്ട് ഫിയർലെസ് ജീവിതകഥകൾ എന്നിട്ട് എങ്ങനെ ഉണ്ടാവും? കട്ട ക്രിഞ്ചായിരിക്കും. അപ്പം അത് മതി. എവിടെ എല്ലാവരും എവിടെ? സാർ ഇപ്പൊ എത്തും. 5 മിനിറ്റ് കോൾ തന്നോ? ഇപ്പൊ ചൂട് ഈ ട്രോപ്പിക് कुछ ज्यादा बन रहा है। സെറ്റർ മാറ്റിയാ മതി. അവർ വിളിക്കേ, വേഗം വരാൻ പറയാം. വേഗം വരാൻ പറയൂ. ഇല്ല, നമ്മളങ്ങോട്ട് ചെല്ലണോ? Coming soon. ഇല്ല, അങ്ങോട്ട് പോവാം. ഇല്ല, വരും. ശരിക്കും വരും? ആ വരും. എന്നാ വരട്ടെ. अपनी वाइफ को ला रखा है साथ में। वो इनको देखेगा वो तो तुरंत मना कर देगा। സാർ അതാണ് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ. बूढ़े അല്ല, ഷൂട്ടിനിടയിൽ ഇവരൊന്നും ചത്തുപോയി എന്ത് ചെയ്യും? അതെങ്ങനെ പറയാൻ പറ്റും? സാറിന് നന്ദി. അല്ല, നമുക്ക് ഇൻസ്ട്രുമെന്റ് പ്ലേയേഴ്സും പാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് നമ്മുടെ പടത്തിലെ പാട്ട്. അതെ, ഫിയർലെസിന്റെ എല്ലാ പടവും നമുക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്യണം. ഈ സ്റ്റുഡിയോന് കിട്ടും എല്ലാ പടത്തിനും. अब बन रहा है। ഞാനാളുന്ന തീയിൽ നിന്ന് നീഹാരങ്ങൾ പെയ്യുന്നുണ്ട്, പാടുന്നുണ്ട് കാലം, നല്ല കാലം പട്ട് നൂലാവുന്നുണ്ടേ. ഈ നാദം, ഈ ഗാനം കേൾക്കൂ ലോകമേ. കാലം നോവിൽ പൂത്ത പൂവിൽ നിന്ന് തേനൂറുന്നുണ്ടേ. വർഷം अब बना दो खुद के गाने हैं। मतलब जो बहुत पहले करना चाहिए था वो अब कर रहा है। बड़ा वो क्या है वही है ना, ओटी ओटी है ये।
पता नहीं दार्जिलिंग की ऊटी है. നല്ല കാലം പട്ട് നൂലാവുന്നുണ്ടേ വാടാതിന്നലെ ഈ ഗാനം കേൾക്കൂ ലോകമേ കാലം തന്ന ജാലം എന്നെ കേരളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. സിനിമാ നിർമ്മാതാവ് അലക്സ് മാത്യു അറസ്റ്റിൽ. ഗൾഫ് വ്യവസായിയും ഫിയർലെസ് अबे अरे इसे तो अरेस्ट कर लिया. सेट ഞാൻ എയർപോർട്ടിലുള്ള സകല ഓഫീസർമാരുടെ സഹായത്തോടെ ഗ്രീൻ ചാനൽ स्मगलिंग करता था शायद ट्रक की ना. ट्रक की नहीं अच्छा गोल्ड बिस्किट. यार गोल्ड की स्मगलिंग करता था. കണ്ടോളാ മന്ത്രിസഭ തൊലഞ്ഞു ഭണ്ഡാരടക്കട്ടെ. अबे अब तो फिल्म बंद हो जाएगी. തൽക്കാലം നമുക്കത് നിർത്തിവെക്കാം. അല്ല, ഞാൻ എത്ര ഉള്ള പ്രതിഭ ഈ പ്രോജക്റ്റിനൊക്കെ ഇനി ആരും ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അതുമാത്രമല്ല, ഇത്രയും പ്രായമുള്ളൊരു ഡയറക്ടർ कोई काम नहीं करना चाहता उनके साथ में. सब सही चल रहा था आएगा. സോറി സാർ, പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരാളാണ്. പ്രദീപ്. तो वही रहेगा क्या ऊटी में. वायलिन बजाते हुए सुन लिया शायद. कितना सुना? किसी और लड़की गाड़ी. ओ है नहीं यार. वही है तभी तो किसने गाड़ी. इतने सालों बाद अब मिले हो दोबारा. अब बताइए अपने बारे में सब कुछ. यही है शायद इसका कारण. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി. बता रहे हैं ना. അതിലുണ്ടായിരുന്ന ഒരു മേരി സിസ്റ്റർ. കല്യാണം കഴിപ്പിച്ചതും സിസ്റ്റർ തന്നെയാണ്. अच्छा शादी भी थी इसकी. സെറ്റിൽഡ് ചെയ്യാൻ മക്കള് 2 പെൺകുട്ടികളാണ്. എനിക്ക് കുടുംബം കുട്ടിയൊന്നുമില്ല. എന്നെ കുറിച്ച് मौका दे सकती शायद ना. इन्हें पैसों की ज़रूरत है ना इस प्रोजेक्ट के लिए. और बात करें जो ये ഞാൻ എൻ്റെ ഹസ്ബൻഡിനൊന്ന് കൊടുക്കാം. है. തിരിച്ചു വിളിച്ചോളൂ. എൻ്റെ ഒരു ഫ്രണ്ടിന് നിങ്ങളുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ആള് രാവിലെ അങ്ങ് എത്തും. ओह उसने हेल्प कर दी थी वो. वो तो जाने वाला था वहाँ से. വേണു, നമുക്കൊരു പ്രൊഡ്യൂസറെ കിട്ടി. तो उसने एनी को बताया होगा शायद. हाँ. तो फिर से आगे. हाँ यही तो ये वोटा नहीं हुआ क्या. കേശവദേവല്ല, ജയൻ കേശവദേവ്. और ये बड़ा ऐसे ढंग से नहीं दिखा रहा कपड़ा ना.
നിങ്ങൾക്ക് ഇന്നൊരു ആവശ്യം വരുമ്പം ഞാൻ കൂടെ നിൽക്കും. अच्छा अच्छा उसका बेटा है ये. കേശവദേവ് എൻ്റെ അപ്പനാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? उसका बेटा है. എവിടെ ഞാൻ कैसे करूँ? നമുക്ക് തുടങ്ങിയാലോ? സെറ്റ് വർക്കൊക്കെ നമുക്ക് ഒത്തില്ല ഇല്ലാന്ന് തോന്നുന്നു. ഈ പടത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ക്യാമറ അസിസ്റ്റൻസ്, കോസ്റ്റ്യൂം അസിസ്റ്റൻസ്, ആർട്ട് അസിസ്റ്റൻസ് ഈ വാറ്റ കിട്ടണമെങ്കിൽ ഓരോ ദിവസത്തെ ചാർട്ടിന് പുറമെ നിങ്ങൾ മിനിമം 2 സീനെങ്കിലും അഡീഷണൽ തീർക്കണം. ലക്ഷം രൂപ ജയന് ലാഭിക്കും. പിന്നെ റാറ്റ് കൊടുത്താൽ എന്താ? ഇവന്റെ അപ്പനെ പോലെ അല്ല ഇവൻ. നല്ലൊരു ഗിംബല് മാത്രം മതി. ഓക്കെ, ലോ ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ക്യാമറ അല്ലേ? ലോ ലൈറ്റിൽ വർക്ക് ചെയ്യും, പക്ഷെ നോ ലൈറ്റിൽ വർക്ക് ചെയ്യൂല. വെസ്റ്റേൺ മ്യൂസിക്കിന്റെ പല ജോൺറസുമായിട്ട് മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്യുക, അത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. കഥയൊക്കെ കേൾക്കാം, പക്ഷേ പേയ്മെന്റ് തുടക്കം മുതൽ അവസാനം വരെ അടിച്ചോണ്ടിരിക്കും. ഓ, പാൻ ഇന്ത്യൻ കിട്ടാൻ പറയിക്കാം കേട്ടോ. എന്തായി? ഈ പനിയൊക്കെ എന്താ സജി? എന്റെ പൊന്നു സാറെ ഓടുത്തവരെ അഭിനയിക്കും. പണിയെടുത്ത് ജീവിച്ചൂടെ? വേണം സാറേ, ഒരാൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പുള്ളി നല്ല നടനാ, പക്ഷെ പുള്ളി ഇയാള് വർക്ക് ചെയ്യാനൊക്കെ എങ്ങനെയാ? അയ്യോ, അങ്ങനെ ഒരു തലവേനയില്ലേ സാറേ, നല്ല ആളാ. ഇടയ്ക്ക് ദേഷ്യം വന്ന് സെറ്റിൽ നിന്ന് ഇറങ്ങി പോകും, പിന്നെ അസോസിയേഷൻ എന്ന് വിളിപ്പിച്ച വേണു സാറേ, നമുക്ക് നോക്കിയാലോ? अच्छा नेपाली. अच्छा इसके लिए लेकर जा रहा था चाकू. സാർ, ഡയറക്ടർക്ക് ഒന്ന് കാണണു. കാര്യമില്ല. അല്ല, കഥയൊന്ന് കേൾക്കണ്ടേ? എന്തിനു കേൾക്കണം? കഴിഞ്ഞ 8 വർഷത്തെ കരിയറിന് ഡാമേജർ ഷെഡ്യൂൾ ഓക്കെ. ചേട്ടൻ ഉച്ച അന്തരം തിരിച്ചു വരുമല്ലേ? ഈ മാമോദീസും ചോറൂണും കൊണ്ട് എന്താണ് ഗുണം? കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാൽ മതി. എനിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിനിമാക്കാരെ കാണുന്ന ഇഷ്ടമല്ല. ഞാൻ മനസമാധാനത്തോടെ പോത്തങ്ങാലൊന്ന് കഴിച്ചോട്ടെ പ്ലീസ്. നാളെ നോക്കിക്കോ. സാർ ലൊക്കേഷനിലേക്ക് എന്തിനാണ് പോകുന്നത്? ഞാൻ ആർട്ടിസ്റ്റ് അല്ലേ? ക്യാരവനിലേക്ക് വിടും. ശരി സാർ. ആർട്ടിസ്റ്റ് ആര്? एक्टर ही है. സ്ലോ മോഷൻ. ഇത് വൈറലാവും. നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. സാർ ഇതാ हाँ, मेन एक्टर है शायद ये. इसकी वैंटी वैन है. എന്നാ വാ. എവിടെയാണ്? ഇതേ താഴെയുണ്ട്. എന്നാ മുകളിലേക്ക് വരാതെ? വേണ്ട, ഒറ്റ എണ്ണത്തിനകത്ത് പിള്ളേരവിടെ നിന്നൊരു കുഴപ്പം. वो सोच रही है. സാർ, അതല്ല, തൊട്ടപ്പുറത്ത് ഇരിക്കും. ഇങ്ങോട്ട് മൂവി ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. സാർ, ആ കഥയൊന്ന് കേൾക്കണ്ടേ? गुस्सा आ गया.
എന്താ ഒരു ബഹളം? അതാ നിതിൻ മോളിവുഡ് വന്ന. വേണു സാർ ഫ്രെയിമിംഗ് വൈസ് ഓക്കെ ആണോ? നന്നായിട്ടുണ്ട്. പ്രോമിസിംഗ് ടാലന്റ്. ആ ശരി ഞാൻ വരാം. ये तो वहाँ से जान लगे सर. है ना ना इनसे नहीं करेगा यार ये. ഏതുകൊണ്ട് വരണം? ആലുവ. ഹലോ. പക്ഷെ ആ സ്ലാങ് പിടിക്കണമെന്നില്ല. ആർക്ക്? ഓൾ ദ ബെസ്റ്റ്. अब पता नहीं क्या करता उसे कुछ ढंग से पता भी नहीं है. തോട്ട് കയറി കഴിയുമ്പോൾ അവിടെ പടിയിലിരിക്കുന്ന കോയർ ഗ്രൂപ്പിലിരിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ച് മുമ്പോട്ട് നടന്നു പോകുമ്പോൾ കോറിഡോറിൽ കുറച്ച് ടീച്ചേഴ്സിനെ കാണും. മെയിൽ ഓർ ഇത് മൊത്തം സിംഗിൾ ഷോട്ടാണോ? എടോ റീടേക്ക് എടുത്ത് മരിക്കില്ലോടോ ഈ പറയുന്ന ജൂലി. വേണു സാറ് പറയുന്നത് അതൊരു പുരാവസ്തുവാണ്. പുരാവസ്തു അല്ല സാർ, പഴയ പുലിയാണ്. ഇവനെ വിലക്കിയാലോ? റെഡിയല്ലേ? Ladies get ready. വേണു സാർ വെയിറ്റ്. AD1. ഓക്കേ സർ. പോ. പോ പോ. हाँ वो रेस रहा है. एक ही शॉट है वो शायद ना पूरा सिंगल शॉट है. ओके कॉपी मगला समझा गुड मॉर्निंग. अच्छा ऐसे ऐसे कैसे है.